60 വയസ്സിലേക്ക് ഒരാൾ കടക്കുമ്പോൾ തൻ്റെ ജീവിത വഴിയിൽ അകൽച്ചയുടെ സൂക്ഷ്മത ഒരാൾ പതുക്കെ പതുക്കെ അനുഭവിച്ചു തുടങ്ങും. ഒരിക്കൽ അയാളുടെ നിർദ്ദേശങ്ങൾ കൊണ്ട് ധന്യമായിരുന്ന വീട് കൂടെ കൂടെ അയാളുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ലാത്തൊരു വീടായി മാറുന്നുവോ എന്ന് അയാൾക്ക് തോന്നി തുടങ്ങും. അതിൽ വിഷമിക്കാൻ ഒന്നുമില്ല, അത് ജീവിതത്തിൻ്റെ ഒരു താളമാണ്. 70 വയസ്സാകുമ്പോൾ സമൂഹം എന്നെ മറന്നുപോകുന്നുണ്ടോ എന്ന് അയാൾക്ക് തോന്നി തുടങ്ങും. പണ്ട് നമ്മൾ ആരായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിൽ കണ്ടെന്നു വരില്ല. ഗൃഹനാഥനാണെങ്കിലും അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരിയെപ്പോലെയാണ് ആ ജീവിതം. താനില്ലെങ്കിലും ഇതൊക്കെ നടക്കുമെന്ന തിരിച്ചറിവ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിനിടക്ക് പലപ്പോഴും അയാൾക്ക് മക്കളോടും കുടുംബത്തോടും കലഹിക്കേണ്ടി വരും. ഇതിനിടക്ക് ഈ പ്രായത്തിൽ തുണ കൂടി നഷ്ടപ്പെട്ടാൽ ആണായിരിക്കും പെണ്ണിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടുക എന്നയാൾ തിരിച്ചറിയും. മനം തുറക്കാൻ ഒരാളില്ലാതാവുക എന്നതാണ് സത്യത്തിൻ്റെ ഒറ്റപ്പെടൽ. 80 വയസ്സാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരിൽ നിന്നും നാം കുറേ കൂടി ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ തോന്നും. എന്നെ നോക്കാൻ, എൻ്റെ കാര്യം അന്വേഷിക്കാൻ സ്വന്തം വീട്ടിൽ ഒരാൾക്ക് പോലും ഒഴിവില്ലെന്ന് അയാൾ തിരിച്ചറിയും. പുറത്തുനിന്ന് ആരും കാണാൻ വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കവരെ കാണാൻ പോയിക്കൂടാ എന്ന് മനസ്സ് മന്ത്രിക്കുമെങ്കിലും ശാരീരിക ബലഹീനത ആ ശ്രമത്തെ പരിമിതപ്പെടുത്തും. മക്കളും പേരമക്കളും അവരുടെ ജീവിതം ജീവിക്കാൻ നെട്ടോട്ടമോടുന്ന കാലത്ത് ഒട്ടും തിരക്കില്ലാതെ അതൊക്കെ നോക്കി നിൽക്കേണ്ടി വരും. 90-ലെത്താൻ ഭാഗ്യമുണ്ടായാൽ ഈ ജീവിതം ഒരു നഷ്ടബോധം പോലെ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു തിരിച്ചുപോക്ക് സാധ്യമെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നുമായിരുന്നില്ല ഞാൻ ജീവിച്ചു തീർക്കേണ്ടത് എന്ന ഒരു തരം കുറ്റബോധം അയാളെ പിടികൂടും. എന്നാൽ അത് നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് കിട്ടുന്ന അവസരമൊക്കെ ഇനി സന്തോഷത്തോടെ കഴിയാനായിരിക്കും അയാളുടെ ശ്രമം. സമ്പാദിച്ചു വെച്ച സ്വത്തും കയ്യിലുള്ള പണവും ഉണ്ടാക്കിയ വീടും അയാൾക്കൊട്ടും സന്തോഷം നൽകില്ല. മറിച്ച് ഇക്കാലത്തിനിടക്ക് തനിക്ക് ഉണ്ടാക്കാൻ സാധിച്ച സ്നേഹബന്ധങ്ങൾ അരികത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രമാകും അയാൾക്കുള്ള അവസാനത്തെ ആശ്രയം. ഈ സാധാരണ ഒരാളുടെ ഒരു മനസ്സ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആശയത്തിൻ്റെ അടിത്തറയോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്തുണയോ ഒരു മതത്തിൻ്റെ പിൻബലമോ ഒന്നും മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാവുന്ന ചില ചിന്തകളും മറ്റൊക്കെ നോർമൽ ഒരു മനുഷ്യൻ്റെ എന്ന് മാത്രം പറയാൻ പറ്റും. അവിടേക്ക് അയാൾ കുറച്ച് ദീനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ മാത്രമല്ല ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങളിലേക്ക് അയാൾക്ക് വരാൻ വഴികളുണ്ട്. ഈ എഴുത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഈ 60 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ അല്ല എങ്കിൽ നമ്മുടെ 60 മുകളിലെത്തിയ ആളുകൾക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്ക് അതിൽ പേരമക്കളും മക്കളും ഒക്കെ അവരുടേതായ ലോകത്ത് ആകും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരുടേതായ ലോകത്താകുന്നതോടൊപ്പം സ്വാഭാവികമായി ജോലി ഉണ്ടാവും, തിരക്കുകളുണ്ടാവും, കുടുംബ പ്രാരാബ്ധങ്ങളുണ്ടാവും, അതിൻ്റെ അധ്വാനങ്ങളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രായമായ ഒരാൾ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ തീർച്ചയായും ഉണ്ടാവണം. അതുപോലെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ടല്ലോ, 70 കഴിഞ്ഞാൽ, 80 കഴിഞ്ഞാൽ, 90 കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരാളെ അങ്ങനെ ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് ആ ഒരു മെസ്സേജിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാം. ഇതിങ്ങനെ വായിച്ചപ്പോൾ അവിടെ അങ്ങനെ എത്തല്ലേ, ഒരു ശരിക്കും നമുക്കൊക്കെ ഓരോ മനുഷ്യരും ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന സംഭവമാണല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലായിരിക്കും. വഅഖല്ലുഹും യജൂസു ദാലിക്, വളരെ കുറഞ്ഞ ആളുകൾ ഒരു പക്ഷേ 70-ൻ്റെയൊക്കെ മുകളിലേക്ക് പോയേക്കാം. അപ്പോൾ കൂടുതൽ പ്രായം ലഭിക്കുക എന്നതിലും ഖൈറുണ്ട്. അത് നന്മയിലാണ് അവൻ അത് ഉപയോഗിക്കുന്നതെങ്കിൽ. ഖൈറുന്നാസ് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആയുസ് നീട്ടിക്കിട്ടുകയും അതിലൂടെ അവൻ്റെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തയാളാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട്. ഏറ്റവും മോശപ്പെട്ടയാൾ ഏറ്റവും വയസ്സ് കിട്ടി എന്നിട്ട് അവൻ്റെ അമലുകൾ മോശമായി, അവനാണ് ഏറ്റവും മോശം. അതുകൊണ്ട് ആ പ്രായം എത്തുന്നവരും ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥമല്ലേ. അതുപോലെ പ്രായമായവർ കൂടെ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടുന്ന ഈ ഒരു ഇതായിരിക്കും അവരുടെ മനസ്സ് എന്നുള്ളതൊന്ന് വായിക്കാനും ഞാൻ എങ്ങനെയാണ് അവർക്ക് ആ രൂപത്തിൽ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടത് എന്നും ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ചെറിയൊരു കുറിപ്പാണ് നമുക്ക് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാൻ കഴിഞ്ഞത്. ഇതിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇത്ര പ്രായം ആകാത്ത ഒരാൾ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം, എനിക്ക് മക്കളിനെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നാനുള്ള സാധ്യത ഉണ്ട് എന്ന് ആ പ്രായത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടാവാം എന്ന് ചിന്തിക്കാം. ഇപ്പം എനിക്കങ്ങനെ തോന്നുന്നത് ഈ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് ആ പ്രായത്തിലെത്തിയ ആളുകൾക്കും ചിന്തിക്കാം.
ഇതൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ ധാരാളം ആളുകളുണ്ട്. നമ്മൾ പരിചയപ്പെടുന്ന 60 കഴിഞ്ഞവരും 70 കഴിഞ്ഞവരും ഈ അവസ്ഥയിലൊന്നും അല്ലാത്ത ആളുകളും ഉണ്ട്. വളരെ എനർജറ്റിക്കായി അല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ കുടുംബങ്ങളെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ഒന്നും ഒരു കമൻറ്റ് പോലും പറയാതെ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം 70 80 ആയിട്ടും നല്ല ജോലിയും സമ്പാദ്യത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അധ്വാനങ്ങളുള്ള ആളുകൾ, അവർക്ക് കാശ് ആവശ്യമായിട്ടല്ല, ഒരു പക്ഷേ മരിക്കോളം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന കുറേ പോസിറ്റീവായി മൈൻഡ് സെറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായമായി എന്ന് പറഞ്ഞാൽ മരിക്കാനായി എന്നർത്ഥമല്ല. അതെ, മരണം എപ്പോഴാണ്? മരണം പടച്ചോൻ വിധിച്ച സമയത്താണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ചില ആളുകൾ ജീവിതത്തിൽ ഒരു നിരാശയുടെ വർത്തമാനം പറയും, എന്ത് ഇനി ഏതായാലും മരിക്കാനായില്ലേ, ഇനി അങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിക്കും. അല്ല, ഞാൻ പരിചയപ്പെട്ട ഒരാൾ, അദ്ദേഹം വയസ്സ് 60 കഴിഞ്ഞു, 70-നോടടുത്തു. അദ്ദേഹം മരിക്കാനായി എന്ന ചിന്ത വേണം എന്നതിൽ സംശയമല്ല. കാരണം ഇനി ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കുറച്ചേ നൽകിയിട്ടുള്ളൂ, അത് ഞാൻ പരമാവധി നന്മയിൽ ചിലവഴിക്കുക എന്ന് ചിന്തിക്കുക. അല്ലാതെ ഇനി ഏതായാലും കഴിയാനായി, ഇനി ജീവിതം പരമാവധി ആസ്വദിക്കുക എന്നല്ല ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പിന്നെ ഈ വിഷയത്തിൽ ഈ കുറിപ്പിൻ്റെ കൂടെ നമുക്കൊരു വീഡിയോ കൂടി ഒരിക്കലും എൻ്റെ മെസ്സേജിൽ ഇങ്ങനെ വന്ന് ഓർമ്മയുണ്ട്. അതായത് വെച്ചാൽ ആ വീഡിയോയിൽ ഒരു വാപ്പ എപ്പോഴാണ് ജോലി അവസാനിപ്പിക്കേണ്ടത്, എത്ര വയസ്സിലാണ് ജോലി നിർത്തേണ്ടത് എന്നാണ്. പിന്നെ മറുപടി, അത് തീരുമാനിക്കേണ്ടത് മക്കളാണ്. എൻ്റെ വാപ്പനി പണിക്ക് പോകണോ ജോലിക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് മക്കളാണ്, അദ്ദേഹത്തിൻ്റെ പ്രായമല്ല എന്നർത്ഥം. കാരണം അത്രയും ഇനി എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് ഇനി കഴിയുമോ എന്ന് തോന്നേണ്ടതായിരിക്കാണ് മക്കൾക്കാണ് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. പ്രായം എന്തായാലും അധികമുള്ള ആളുകൾ അത് സമ്പത്താണ് എന്നാണ് അവരുടെ മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ഒക്കെ വിചാരിക്കേണ്ടത്. ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന, ഞാൻ ഈ ലോകത്തിന് ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടാവുക. അല്ല, നിങ്ങൾ മക്കൾക്കുള്ള സമ്പാദ്യമാണ്, മക്കൾക്കുള്ള പരലോകത്തേക്ക് നേട്ടമുണ്ടാക്കാവുന്ന നല്ല ഒരു മാർഗമാണ്. കാരണം പ്രായമായ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലൂടെ, അവർക്ക് പരിചരണം നൽകുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യം, അപ്പോൾ അത്ര വലിയ പാപമോചനം കിട്ടുന്ന, അത്ര വലിയ പുണ്യം കിട്ടുന്ന സേവനമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിന്നെയും അതോടൊപ്പം ഒരു കാര്യം കൂടി എന്തറിയോ, ഇവർ ഈ പ്രായമാകുമ്പോൾ മക്കൾക്കും പേരമക്കൾക്കും ഒരു ഡിസ്റ്റർബൻസ് ആയി ശല്യമായിട്ടൊക്കെ മാറുമല്ലോ. ഇവരെ രണ്ടും ഓപ്പോസിറ്റ് കാഴ്ചപ്പാടാണ് ഉണ്ടാവുക. പക്ഷേ ഇവരുടെ ഇല്ലായ്മ ഉണ്ടാവുമല്ലോ, മരണം. അത് കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ തിരിച്ചിന്തിക്കുന്നറിയോ, അങ്ങനെ നമ്മളെ മുഷിപ്പിക്കാനെങ്കിലും ബോറടിപ്പിക്കാനെങ്കിലും ആ മനുഷ്യനൊന്ന് ആ കസേരയിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന ഒരുപാട് ആളുകളുടെ സംസാരം കേട്ടിട്ടുണ്ട്. അതൊരു വെറുതെ വർത്താനം പറയല്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെറുതെ കടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ വെറുതെ പറയണമല്ല. ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. ജോലി അന്ന് ലീവ് എടുക്കണം, അന്ന് കട അടച്ചിടണം, കൊണ്ടുപോകുമ്പോൾ ഉമ്മ അനുഭവിക്കണ വാപ്പ അനുഭവിക്കണ പ്രയാസം, ആ പ്രയാസം കാണുമ്പോൾ ചിന്തിച്ചു പോകുകയാണെന്ത്, ഈ പ്രയാസം വാപ്പ അനുഭവിക്കണേന്ന് വാപ്പാക്കൊരു രക്ഷ കിട്ടണ്ടേ എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ പോലും നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ സാന്നിധ്യം വലിയ ഒരു തൊടാൻ അല്ലേ, തൊടാൻ തലോടാൻ, ആ മരുന്ന് കൊടുക്കാൻ ഒക്കെ ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന എത്രയോ ആളുകൾ അവരുടെ ഖബറിങ്ങ പോയി നിന്ന് വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ പച്ചക്ക് കാണാറുണ്ട്. അള്ളാഹു ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു വൃദ്ധരായ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു നല്ല ആഫിയത്തുള്ള സന്തോഷകരമായ വലിയ ഖൈറുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രായം അധികരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, വമൻ നുഅമ്മിർഹു നുനക്കിസു ഫിൽ ഖൽഖ് എന്ന് പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം, അത് നേരെ പ്രായം ചെറുതായ ഒരവസ്ഥയിലേക്ക് മാറും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. ആ ഒരു പ്രായമായ സമയത്താണെങ്കിലും എനിക്ക് ഏറ്റവും പ്രധാനം ഈ ദുനിയാവിൽ എന്നെ ആര് പരിഗണിക്കുന്നു, എന്നെ ആര് നോക്കുന്നു, എനിക്ക് കൂട്ടുകാരുണ്ടോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് എൻ്റെ റബ്ബ് ഈ സമയത്ത് എന്നെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്, എന്നെ നോക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചിന്തയാണ് തീർച്ചയായും നമുക്ക് ഉണ്ടാവേണ്ടത് എന്നതുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്.